ഇപ്പം എൻ്റെയൊക്കെ ജനറേഷൻ പറയുകയാണെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടു വളർന്ന ജനറേഷനാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നം അത്ഭുതങ്ങളില്ല. കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ടോ? റൊമാൻസ് ഉണ്ട്. അത് മാത്രമേ ഞാൻ റൊമാൻസ് എനിക്കില്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞത് ചിലപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടകളെ ഞാനായിരിക്കും. അപ്പോൾ ജോണിച്ചേട്ടൻ തിരിച്ച് എന്നോട് പറഞ്ഞു, അതായത് എൻ്റെ അടുത്ത് നിന്റെ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും പറയാറുണ്ടെന്ന്. ആരുമില്ലാതെ വരുമ്പോൾ നിർബന്ധിത സൈനിക സേവനം എന്ന് പറയുന്ന പോലെ നിർബന്ധിത അഭിനയ സേവനം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു നടനാകണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പൊ വെരി റീസെന്റ് പറയുകയും ചെയ്തു 2027 സി ഡി മൂസി ഉണ്ടാവുന്നത്. ഞാനൊരു ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ 2027 എന്ന് പറഞ്ഞത് 2027-ലോ 2028-ലോ ബിഗിനിങ്ങിലോ ഒക്കെ ചെയ്യണം, വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഞാൻ പഠിച്ചതും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് കാണിച്ചു തരും. എല്ലാം ഞങ്ങളുടെ കോളേജിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എല്ലാം ഒന്നല്ലെങ്കിലും വേറെ കുറെ കാര്യങ്ങൾ. എല്ലാം ഒന്നും പറയല്ലേ. ടീം ഡർബി ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. വെൽക്കം. ഞാൻ ആദ്യം ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. ഡർബി എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ഒരു ഷൂവിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി ദിസ് ഡർബി? നമ്മുടെ ഡെർബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മള് എൽ ക്ലാസിക്കാന്നായിരുന്നു ആദ്യത്തെ നമ്മുടെ വർക്കിംഗ് നെയിം. എൽ ക്ലാസിക്കോ. ക്ലാസിക്കോ. അതായത് നമ്മൾ ആദ്യം നമ്മൾ ഇട്ട പേര്. ഡെർബിയിലേക്ക് വരാൻ കാര്യം നമ്മള് രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു വാറ് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗ്യാങ്ങുകൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ആ വാർ അവിടെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ, ആ ഒരു പ്രോബ്ലം അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. രണ്ട് ടീമുകൾ തമ്മിൽ മത്സരമായിരിക്കാം, രണ്ട് ടീമുകൾ തമ്മിൽ അടിയായിരിക്കാം. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഡെർബിയിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ എൽ ക്ലാസിക്കോടെ പേര് നമുക്ക് കിട്ടിയില്ല ചാമ്പറിൽ പോയപ്പോൾ. അപ്പം പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. ഡെർബി എന്നുള്ളൊരു നല്ലൊരു സെഷൻ വന്നപ്പം നമ്മുടെ കൂട്ടത്തിൽ ഫായിസ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, റൈറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളി എന്നോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് നമുക്ക് ഡെർബി നാക്കാന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ഡെർബി അങ്ങോട്ട് വെച്ച് കാച്ചി. ക്ലാസ് പേരാണ്. അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെരുപ്പിൻ്റെത് ഷൂവിന്റെ ഒക്കെ എടുത്ത് അയച്ചിട്ടാ ഡെർബി ഡെർബി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അയച്ചിരുന്നുണ്ട്. ജോണി ചേട്ടൻ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേരാണ്, ഒരു ബ്രാൻഡാണ്. ഡെർബിയിൽ ജോണി ചേട്ടൻ്റെ ഒരു ഹൈയും ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് സിനിമ. സജിലും താരതമ്യേന നേരത്തെ പടം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നു. പിന്നെ അയാൾ ചെറുപ്പക്കാരനാണ്. ഈ ഡർബി ഇപ്പം ഈ പറഞ്ഞ പോലെ പേര് പോലെ ഒരു ബഹളപ്പടമാണ്, ഒരു മഴ പെയ്തിരുന്ന പോലുള്ളൊരു പടമാണ്. അപ്പോൾ ആ ഒരു ബഹളപ്പടം ഒരു മനസ്സിൽ കൊണ്ടുവന്ന് ഇതുപോലത്തെ യൂത്ത് ആൾക്കാരെ വെച്ച് ഒരു ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബഹളപ്പടമായിട്ട് തന്നെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ട്രെയിലറും പാട്ടിലും ഒക്കെ കാണുന്ന പോലെ തന്നെ അതിനും അത് തീർച്ചയായിട്ടും അതിനെ സ്വാധീനിക്കുന്ന രീതി തന്നെയാണ് ഈ ടോട്ടൽ സിനിമയും. ഞാനതിനകത്തൊരു പ്രിൻസിപ്പലിൻ്റെ റോളാണ്. ഇവര് കാരണം റോവായിട്ടും എല്ലാ ഹെഡേക്കും വരുന്ന പ്രിൻസിപ്പലിനാണല്ലോ. അങ്ങനെ തലവേദനയുള്ള, നന്നായി എല്ലാവരും ഇവരൊക്കെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രിൻസിപ്പളാണ്. ഞാനെന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സജിലും പിന്നെ ആദവും അമീനും എല്ലാം കൊണ്ടും നല്ലതായിരുന്നു, രസമുണ്ടായിരുന്നു. പണ്ടത്തെ ക്യാമ്പസ് സിനിമകളിൽ അഭിനയിച്ച ആൾക്കാരോടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ യങ് ടാലൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു ഹ്യൂജ് ഡിഫറൻസും സിമിലാരിറ്റിയും ഇഷ്ടം തോന്നിയൊരു കാര്യം? നമ്മളിപ്പോൾ യുവാക്കൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്, നമ്മുടെ തീരുമാനങ്ങളൊക്കെ ശരിയാണ്. ഇപ്പം ആ കാലഘട്ടത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും ചിലർ പറയാറുണ്ട്, നമ്മളന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇവരുടേതായ ചിലപ്പം ചില പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ ഇവർക്ക് അതൊക്കെ അറിവില്ലായ്മ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തോന്നും, അയ്യോ അങ്ങനെ ഞാൻ പെരുമാറരുതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയരുതായിരുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരാളോട് അങ്ങനെ പോകുന്നത് ബുദ്ധിയുള്ളവരാണ്, അങ്ങനെ പോകുന്നത്. പിന്നെ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, അന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നു, ഇതുപോലെ റീൽസ് ഉണ്ടായിരുന്നു, ഇതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ചവരും സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് ജീവിക്കുന്നവരും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും തെറി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ നല്ലതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവരും ഉണ്ടാവും. എന്നാലും മൊത്തത്തിൽ എന്തിനേയും ഒരു നെഗറ്റീവായിട്ട് കാണാം എന്ന രീതി അന്നും ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്പോസ് ചെയ്യാൻ ഒരു മീഡിയ ഇല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ എന്തിനും പറയാൻ, ആർക്കെതിരെ എന്തും പറയാവുന്നൊരു കാലമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ജനറേഷൻ പറയുകയാണെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടു വളർന്ന ജനറേഷനാണ്. കാരണം എൻ്റെ കുഞ്ഞുനാൾ റേഡിയോ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ TV വരുന്നു, പിന്നീട് കമ്പ്യൂട്ടർ വരുന്നു, മൊബൈൽ വരുന്നു, നമുക്ക് കയ്യിൽ സിനിമ കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നം അത്ഭുതങ്ങളില്ല. അവർക്കെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത്
എക്സൈറ്റിംഗ് ആയിട്ടൊന്നും എക്സൈറ്റ് ഒന്നുമില്ല. എന്നോട് മാത്രം ചോദിക്കണ്ട, ഇവരോട് ചോദിക്കും. അയ്യോ, സാറ് ക്ലാസ് കേട്ടിരിക്കുന്നത്. ആദം, ഹായ്, വെൽക്കം അഗൈൻ. താങ്ക് യു. കാരണം നമുക്ക് അറിയാം എബ്രഹാം ഹോസ്റ്റലിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കംപ്ലീറ്റ് കോളേജ് എന്റർടൈൻമെന്റ്, ഒരു ഫൈറ്റ് സിനിമ നേരത്തെ പറഞ്ഞ പോലെ. സോ വാട്ട് ഈസ് ആക്ച്വലി ഡെർബി ടു യു, ആൻഡ് ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ? ഡെർബിൻ്റെ ഷൂട്ട് കഴിഞ്ഞ 3ാമത്തെ സിനിമയും ഇറങ്ങാൻ പോകുന്ന 2ാമത്തെ സിനിമയാണ്. ഫൈറ്റ് തന്നെയായിരുന്നു, ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഇത് തന്നെയായിരുന്നു എന്നെ ഇതിനകത്തേക്ക് ആകർഷിപ്പിക്കാനുള്ള മെയിൻ ഒരു ഫാക്ടർ. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻ. അത് നിങ്ങൾ തമ്മില് ഒരേ ടീമാണോ അല്ലെങ്കിൽ ഞങ്ങൾ റെഡി. ഒരു ടീമുള്ള ഇതിന്റെ മെയിൻ എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രകമ്പനത്തില് സാഗറും അമീനും ശംഖുവും പുണ്യാളിനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതില് നിങ്ങൾ പടം കാണും, പടം കാണും. അതൊരു പരിപാടിയില്ലാത്തൊരു പിടിച്ചിട്ടുണ്ട്. ഈ നമ്മള് ട്രെയിലറും ടീച്ചറും കാണുന്ന സമയത്ത് അമീൻ മറ്റേ ചോദിച്ച് നടന്ന് അടി വാങ്ങിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയാണ്? അതന്നെ എനിക്ക് വേണ്ടി അതിലൊക്കെ ഇപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചിട്ട്, അപ്പം ആദ്യം ഇത് പ്രകമ്പനവും ഡെർബിയുടെ ഷൂട്ടിംഗ് ടൈം ഒന്നായിരുന്നു. സലിക്കാരൻ ഞാൻ പറഞ്ഞ നിനക്ക് ഡേറ്റിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, കുഴപ്പമില്ല, ഈ ക്യാരക്ടർ നീയേ ചെയ്യും അമീന്, ഇത് നിനക്ക് വേണ്ടി എഴുതിയ സാധനം, ഇത് നിനക്ക് വേണ്ടി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇത് എന്തോ ഒരു ഇതിൽ ഡെർബി കുറച്ച് ഒരു മാസത്തേക്കൊന്ന് മാറി. അതുകൊണ്ട് പിന്നെ അത് ഡേറ്റിന്റെ സലിക വിളിച്ചിട്ട് പറഞ്ഞു, ഈ വേറെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും ഞാൻ മാറ്റും, പക്ഷേ ഈ ക്യാരക്ടർ നിന്നെ കണ്ട് മുഖം കണ്ട് എഴുതിയത്. നമ്മളങ്ങനെ എഴുതിയ സമയത്ത് അത് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ റെഫറൻസ് ഇട്ട സമയത്ത് ഇങ്ങനെ അല്ലാമീൻ എന്നുള്ള അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ആ ക്യാരക്ടർ മാറുമ്പോഴത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഇവനെ വിളിക്കുമ്പോൾ സലിക ഇല്ല, ഡേറ്റ് ഇങ്ങനെ പ്രശ്നമുണ്ട്, കുറെ പടങ്ങളായോ. അത് ഞാൻ പറയാം, പ്രകമ്പനത്തിന് ഇന്റർവ്യൂവിന് വന്നപ്പോ പ്രകമ്പനത്തിന് ഡയറക്ടർ ഉണ്ടായിരുന്നു കൂടെ. അപ്പോ ക്ലിപ്പ് വൈറലായിരുന്നു. ക്യൂ സ്റ്റുഡിയോയിൽ പോസ്റ്റ് ചെയ്തപ്പോ 2 മില്യൺ ഒക്കെ വ്യൂ പോയതാണ്. അപ്പൊ അതില് ഡയറക്ടർ പറയാണ്, അമീനെ ഡബ് ചെയ്താൽ വിളിച്ചാൽ കിട്ടില്ല, ഷൂട്ടിലായിരിക്കും, അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് ഓടി വരുന്നു, അവിടെ നിന്ന് വരുന്നു, കംപ്ലീറ്റ് ബുക്ക്ഡ് ആണ്. അമീൻ എന്തായിരുന്നു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ഇതിന് വേണ്ടിട്ട് തന്നെ എഴുതി ഡയറക്ടർ പറഞ്ഞു? ഈ പറഞ്ഞ പോലെ ഫൈറ്റ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഫൈറ്റ് പരിപാടികൾ ചെയ്തിട്ട് ഇപ്പം മൊത്തത്തിൽ കോമഡി ഒരു പരിപാടിയാണല്ലോ ചെയ്തത്. ഇതിനകത്ത് എല്ലാ ഇമോഷനും ഉണ്ട്, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. റൊമാൻസ് ഇല്ല, അത് മാത്രം ഞാൻ ചെയ്യുമ്പോൾ റൊമാൻസ് എനിക്കില്ല. ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നു, അത് ഇത് കട്ട് ചെയ്ത് കളയുള്ളൂ. ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നോക്കാൻ നേരത്തെ എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്തുള്ള മിക്ക പള്ളികളും പിടിച്ചേക്കുന്നത്. ഇപ്പൊ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാം കൊണ്ട് നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ മെയിൻ ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് ഞാനാണ്, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവെൽ ബ്ലോക്ക് പരിപാടി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഹൈ ആയി, ഓക്കെ അതിന് കൊള്ളാമല്ലോ പരിപാടി, ഞാൻ അതിനകത്ത് വന്ന രസമായിരിക്കും. അതാണ് മെയിൻ എലമെന്റ്. സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്, ഹൗസ് ഡെർബി ഈ ടീമിനോട് വർക്ക് ചെയ്യുന്നു, എന്താണ് ക്യാരക്ടർ? എനിക്കാണ് സുമതിയോളം ഒരു 6 വീക്ക് എന്തോ ഉള്ള സമയത്താണ് ഞാൻ ഡെർബി ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ജോയിൻ ചെയ്ത കാസ്റ്റ് ഞാനായിരിക്കും. ഇവര് ഷൂട്ട് തുടങ്ങിയതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ജോയിൻ ചെയ്തത്. അല്ല, ഇവര് വെച്ചിരുന്ന കുട്ടീനെ എന്തോ മാറ്റേണ്ടി വന്നു ഡേറ്റ്സ് സംതിങ്. അപ്പോൾ ഇവര് സുമതിയോളവ് കണ്ടിട്ട് നമ്മുടെ എഡിറ്റർ ജെറിൻ ചേട്ടനാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവര് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ സജിലിക്കയും പിന്നെ നമ്മുടെ DOP അഭിനന്ദൻ രാമാനുജൻ സാറും കൂടി കണ്ടിട്ട് പിന്നെ അവര് ഓക്കെ അതിന് ശേഷമാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ കഥ അപ്പം എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ അപ്പോൾ കഥ കേൾക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു 2.5 hours എടുത്തിട്ട് കഥ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 ദിവസത്തെ ഡ്രസ്സ് പാക്ക് ചെയ്ത് ഇന്ന് വൈകുന്നേരം തന്നെ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ പോയി, നെക്സ്റ്റ് ഡേ വൈകിട്ട് ഷൂട്ടും തുടങ്ങി, അങ്ങനെ ജോയിൻ ചെയ്ത ഹീറോയിൻ ക്യാരക്ടറാണ്. ആഡമിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. ഷൂട്ട് നടക്കുന്നു, കഥ പറയുന്നു, ഷൂട്ട് നടക്കുന്നു, കഥ പറയുന്നു, ആക്ഷൻ കഥ. ഇതായിരുന്നു, അതാണ് 2.5 മണിക്കൂർ എന്ന് പറയാൻ കാരണം. സജില് കഥ പറയാൻ ഭയങ്കര മിടുക്കനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇരുത്തി കഥ പറയിച്ച് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കുമെന്ന്. പടത്തിലത് കാണില്ല, ഭയങ്കര എന്നോട് കഥ പറഞ്ഞത് റൈറ്റേഴ്സ് ആണ്. എന്റെ അടുത്ത് റൈറ്ററാ പറഞ്ഞു. ഇതാ ശോഭൻ ചേട്ടൻ പറഞ്ഞാലേ കടകന്റെ പ്രൊമോഷൻ വലിയ ആൾക്കാരോട് പറയുന്നത്. ജോണിച്ചേട്ടൻ സജിലാണ് സൂചിപ്പിച്ച് വീഴ്ത്തിയതാ. നിനക്കേ പറ്റുള്ളൂ. ജോണിച്ചേട്ടൻ കഥ കേട്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, എന്നോട് പറഞ്ഞു, ചേട്ടാ കഥ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞു, കഥയുണ്ടോ?
അടിയും പാട്ടുണ്ടെങ്കിൽ കഥയ്ക്കുള്ള സമയമുണ്ടോ? അതിനോടും പിന്നെ സജിൽ തന്നെ പറഞ്ഞു ഈ ക്യാമ്പസ് സ്റ്റോറിയാണ്, അപ്പം അതിൻ്റെതായ രസങ്ങളുണ്ടല്ലോ. യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്യാമ്പസ് സിനിമകളൊക്കെ അറിയാമല്ലോ, അത്യാവശ്യം ആളുകൾക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു സിനിമ എന്ന് വിജയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് 15-നും 22-നും വയസ്സിനിടയ്ക്കുള്ള കുട്ടികളാണ്. അവരാണ് ഈ നൂൺ ഷോ മാറ്റിനി ഓഡിയൻസ്. ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഫാമിലിയും, മറ്റേത് നൂൺ ഷോ മാറ്റിനി ഫുള്ളാണെങ്കിൽ പിള്ളേർ കയറുന്ന പടമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ജനസിൽപ്പെട്ട പടമാണ്. പിള്ളേർ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയും കയറും. എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. രസമാണ്. 2 മണിക്കൂർ മഴ പെയ്ത് തീരുന്ന പോലുള്ളൊരു പടമാണ്. അത് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് സജിൽ. പിന്നെ ക്യാമറാമാൻ എല്ലാം നല്ല ക്രൂ ആയിരുന്നു. മൊത്തം പ്രൊഡ്യൂസർ മൻസൂർ നല്ല പടത്തിൻ്റെ മാറ്ററിഞ്ഞ് ചിലവായി ചെയ്ത് പടം എടുത്തിട്ടുണ്ട്. കാരണം താരതമ്യേന പുതുമുഖങ്ങളൊക്കെ ആണെങ്കിൽ പോലും അല്ല, എൻ്റെ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ കോസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയൊക്കെ ഓർക്കേണ്ട ഒരാൾ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ ജോണി ചേട്ടൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആസ് എ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഭയങ്കര കണക്റ്റഡ് ആണ്. കാരണം ഒരുപാട് സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഭയങ്കര വേഴ്സറ്റൈലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഹൗ ഇസ് ജോണി ചേട്ടൻ ഫാക്ടർ? നമുക്ക് ആദ്യമേ തുടങ്ങാം. എനിക്ക് CID മൂസ. ഞാൻ ജോണി ചേട്ടനെ കണ്ട ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു CID മൂസ ചിലപ്പോൾ കേരളത്തിൽ, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞത് ചിലപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കണം ഞാനായിരിക്കും. അപ്പോൾ ജോണി ചേട്ടൻ തിരിച്ച് എന്നോട് പറഞ്ഞു, അതായത് എൻ്റെ അടുത്ത് നിൻ്റെ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും പറയാറുണ്ടെന്ന്. കാരണം എന്നെ ഞാൻ അതുപോലെ ഉള്ളിൽ ബനിയനും പുറത്ത് ഷർട്ടൊക്കെ ഇട്ട് CID മൂസ നടക്കുന്ന നടന്നിട്ടൊക്കെ ഉണ്ട്, തോക്കൊക്കെ ഇട്ട്. ഒരുപാട് സിനിമകളുണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നൊന്നും ഓർത്താലും ഒരുപാട് സന്തോഷം. ഈ സജില് എന്നോട് മൂസയുടെ ഒരാളെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയിക്കുന്ന നടനാണെന്ന് അറിയാമെങ്കിൽ പോലും മൂസയുടെ ഡയറക്ടർ എന്നുള്ള രീതിയിലാണ് തോന്നി. പടത്തിൽ തന്നെ വിളി എന്നും മൂസയുടെ കാര്യമെന്ന് പറയായിരുന്നു. എനിക്ക് അപ്പൊ നമുക്ക് ചില സമയത്ത് സെറ്റ് ദേഷ്യം വന്നൊക്കെ ഇരിക്കുന്ന സമയത്തേ പുള്ളി വന്നിട്ട് ചേട്ടാ മൂസല്ലേ നിർത്താ അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റുള്ള ആളാണ്. അതായത് അത് ഞാൻ വന്നപ്പോൾ തൊട്ടേ പറയും. ഞാൻ കൂടുതൽ പറയാം അബേട്ടനോടാ. അബേട്ടൻ നമ്മളെ DOP. അപ്പൊ അബേട്ടൻ എന്നിട്ട് ഞാൻ അബേട്ടൻ ഒരുമിച്ച് റൂമിൽ. അപ്പൊ ഞങ്ങൾ ഇരുന്നിട്ട് ഞാൻ റീലുകൾ കാണിച്ചു നോക്കി, ഇത് നോക്കിയാൽ എന്നിട്ട് ഈ കട്ട്സ് മൂസയിലെ കുറെ കട്ട്സ് ഒക്കെ വന്നിട്ട് പിന്നെ ഈ ലെജൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇത് മേക്ക് ചെയ്താണോ അടിക്കണേ? തരും സജിൽ തരും. ഈ ലൊക്കേഷനിലൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പേടി, ഭയങ്കര ടെൻഷനാണ് ആള് വരുമ്പോഴത്തേക്ക്. ഞാൻ അതുവരെ നിന്ന പോലെ ആവില്ല. ഇവർക്ക് മനസ്സിലാവണ്ടോ? ജോണി ചേട്ടൻ വരുമ്പോൾ ചെറിയൊരു ടെൻഷനാണ്. ഡബിന് വന്നപ്പോൾ ടെൻഷൻ ചെയ്യുന്നു. ലാസ്റ്റ് ഡബ് വന്നപ്പോൾ ഞാൻ മാറിയിരുന്നു ടെൻഷൻ കൊണ്ട്. അല്ലല്ല, ഞാനൊരിക്കൽ പോലും ഒരു അവരുടെ ഇതിനകത്ത് ഇടപെടുവോ അങ്ങനെയൊന്നും ചെയ്യുന്നതാണ്. അതുകൊണ്ടല്ല എൻ്റെ ഒരു ഡയറക്ടറെ ഞാൻ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ചുമ്മാ ഒരാൾ നമ്മളെ കണ്ട് മേടിച്ച് തന്നെ എടുക്കുമ്പോൾ എനിക്ക് സജിലിനോടൊക്കെ ചെന്നിട്ട് പേടിയൊന്നും വേണ്ട എന്ന് പറയാൻ ചിലപ്പോൾ പിറ്റേ ദിവസം പോടാ നോക്കണമല്ലോ, ആവശ്യമില്ലാതെ ലൈസൻസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കുറച്ച് പേടിക്കട്ടെ. അതാണ് എനിക്ക് ജോണി ചേട്ടൻ ഫാക്ടർ. ഞാൻ പറയാം, CID മൂസ ഓഫ് കോഴ്സ് ഉണ്ട്. അതല്ലാതെ പറക്കും തളികയില് കോൻ തിരുട്ട് പരാവര അതെ അതെ അതെ. അത് എനിക്ക് തോന്നുന്നു CID മൂസയേക്കാൾ കൂടുതൽ എനിക്ക് ആദ്യം കണക്ട് ആയത് എന്റെ ആ ഒരു ഏജിലേക്ക് കണക്ട് ആയത് ഇതാണ്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ സമയത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു പറക്കും തളികയുടെ. അന്നപ്പോൾ ഈ ആളുകളെ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് ആ സീൻ എടുക്കണം, അപ്പോൾ ജോണി ഒന്ന് ചെയ്യും എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിക്കൂനൻ ചെയ്തിട്ടുണ്ട്, ഉദയപുര സുൽത്താനിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങൾ ഞാൻ ആരും ഇല്ലാതെ വരുമ്പോൾ നിർബന്ധിത സൈനിക സേവനം എന്ന് പറയുന്ന പോലെ നിർബന്ധിത അഭിനയ സേവനം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു നടനാകണമെന്ന് വിചാരിച്ചിട്ടില്ല. ഉള്ളിലും കുഞ്ഞിലെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രേംനസറിനെ പോലെ ആകണം, ജയനെ പോലെ ആകണം എന്നൊക്കെ. പക്ഷെ പിന്നീടാണ് നമുക്ക് ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായി. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ആളുകളുടെ കൂടെ അഭിനയിക്കും. പ്രത്യേകിച്ച് യൂത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കിയുടെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചു. ഒക്കെ ഒരു ദൈവാനുഗ്രഹമല്ലേ. പിന്നെ ഏറ്റവും വലിയ അഭിനയത്തിൻ്റെ ഒരു ഗുണം ഞാൻ മക്കളോട് എപ്പോഴും പറയും, നാളെ നമ്മൾ ഇനി ഇല്ലാതായാലും ഞാൻ പറയും, മക്കളെ നിങ്ങൾക്ക് എൻ്റെ പടം എടുത്തിട്ട് കണ്ടാൽ മതി, അതൊന്നും നടന് മാത്രം കിട്ടുന്നൊരു ഇതാണ്. എന്നെ ഇപ്പോൾ അപ്പനിച്ച് ദേഷ്യം കാണണം, ഒന്ന് ഒറ്റ പടം എടുത്തിട്ട് കാണാം, അപ്പനെ കോമഡി കാണണം, ഇതെടുത്തിട്ട് കാണാം. അപ്പം ഇനി നമ്മൾക്ക് പിള്ളേരുണ്ടാകുമ്പോൾ അവരെ കഴിയണം. വല്യപ്പനാണ് നേരത്തെ പോയി, ലോണൊക്കെ അടയ്ക്കാതെ പോയി, എന്നാലും കാണാൻ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. എന്തായിരുന്നു അമീന്റെ ജോണി ചേട്ടൻ ഫാക്ടർ?
ഈ പറഞ്ഞ കോമഡി ടൈമിങ് ഇപ്പൊ നമുക്കൊരു സീൻ ഉണ്ടായിരുന്നു. അതെ, ഭയങ്കര ആ timing. അപ്പൊ നമുക്കൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ വന്നിട്ട് സ്ക്രിപ്റ്റ് വെച്ചിട്ട് നീ ഇത് പറ, ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ നീ ഇത് പറഞ്ഞാൽ മതി. കോമഡി വർക്ക്ഔട്ട് ആവും. കോമഡി ടൈമിങ് എനിക്കത് ഡബില് പിടിക്കുന്നതാണോ ഓൺ സ്ക്രീൻ പറയുന്നതാണോ അറിയില്ല. ഇഷ്ടം പോലെ നമുക്ക് മറ്റേ സ്ക്രീനിൽ നിന്ന് പുള്ളി പുറത്ത് പോയിട്ടും വന്നു പോകുന്ന കുറെ ഡയലോഗ്സ് ഉണ്ട്, എസ്പെഷ്യലി ഹലോ മമ്മിയിലൊക്കെ. അത് ഞാൻ ആഡ് ചെയ്യുന്ന എന്നറിയോ, അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് മുഴുവൻ കോമഡി ചെയ്യുന്ന ഡയറക്ടേഴ്സായിരുന്നു. പിന്നീട് ഒരു കാലഘട്ടം ദിലീപ് സിനിമകൾ വരെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപ് പിന്നെ ലിപ്പുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഡബ് ചെയ്യും. എപ്പോഴും നിങ്ങൾ വെച്ചോ, നമ്മൾ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് പറഞ്ഞതിൽ കൂടുതൽ ചിരി കിട്ടും ഡബിങ് തിയേറ്ററിൽ നമ്മൾ കൊടുത്തേക്കുന്ന ചിരി ഒരു ഡയലോഗിന്. ഇപ്പം ഇതിനകത്ത് ഞാനൊരു ഡയലോഗ് സജിലോട് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ചിരി കിട്ടും, ഉറപ്പായിട്ട് ചിരി. എനിക്കത് അപ്പം ഞാൻ ചോദിച്ചത് കട്ടിന് പോയില്ല, ചിരി കിട്ടും. അതിനല്ലേ അത് ഹ്യൂമർ ഉണ്ടല്ലോ, പ്ലേസ്മെൻ്റ് ഉണ്ട്, വിടരുത്, കൊടുത്തേക്കണം. ആളുകൾക്ക് ഇഷ്ടമാണ് തമാശ. പ്രത്യേകിച്ച് ഇവരൊക്കെ നന്നായിട്ട് തമാശ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ രണ്ടുപേരും പിന്നെ റീലൊക്കെ ചെയ്തതിനകത്ത് വിദഗ്ധനായതുകൊണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കേട്ടോ, എല്ലാവരും പറയില്ല, നല്ല പിള്ളേരായിരുന്നു കേട്ടോ എല്ലാവരും. ഇവർ പ്രത്യേകിച്ച് ആലോചിച്ച് അതുമൊക്കെ ശ്രമമുണ്ട്. അതായത് വരണം വേണം, അത് വേറെ ഇരിക്കണം. എന്തായിരുന്നു ഹിസ്നയുടെ? ജോൺ ചേട്ടനായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഡയലോഗ് സീക്വൻസ് അല്ല, കൂടുതൽ കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട്. എന്നാലും ഞാൻ കൂടുതൽ ജോൺ ചേട്ടൻ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുക. ഇതിൽ ലാസ്റ്റ് ഒക്കെ ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, കുറച്ച് ഇമോഷനിൽ പറയുന്നത്. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഭയങ്കര രസമാണ് ജോൺ ചേട്ടൻ പറയുന്ന മോഡുലേഷനും ഇങ്ങനെ സഹികെട്ട് പറയുന്ന പോലത്തെ ഒരു ഡയലോഗാണ് അത്. ഞാനിത് ഭയങ്കരമായിട്ട് ജോൺ ചേട്ടൻ നമ്മുടെ കൂടെയുള്ള ഓരോ സീൻസിലും ഞാൻ ജോൺ ചേട്ടൻ്റെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു. എന്റെയും ഫാക്ടർ എന്ന് പറയുമ്പോൾ CID മൂസ തന്നെയാണ്, അത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇപ്പൊ വെരി റീസെന്റ് പറയുകയും ചെയ്തു 2027 CID മൂസ ഉണ്ടാവുന്നത്. എങ്ങനെയായിരിക്കും ഒന്ന് പറയാം? ഞാനൊരു ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ 2027 എന്ന് പറഞ്ഞത് 2027-ലോ 2028-ലോ ബിഗിനിങ്ങിലോ ഒക്കെ വരണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയ ലെജൻഡ്സ് അഭിനയിച്ച സിനിമയാണ്, അവരുടെ നഷ്ടം തന്നെയാണ്. പക്ഷേ അതിനൊരു സീരിയൽ ഇത് വരണമെങ്കിൽ, സീരീസ് പോലെ വരണമെങ്കിൽ ദിലീപ് ഡോഗും മാത്രം മതി. അതിനകത്ത് അഭിനയിച്ച ആരും വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ജെയിംസ് ബോണ്ട് സിനിമകൾ എടുത്താലും ഇപ്പോൾ നമ്മുടെ ഏത് പരമ്പരകൾ എടുത്താലും ഒരിക്കലും ആ സിനിമയിൽ എല്ലാവരും അടുത്ത സിനിമയിൽ ഉണ്ടായിട്ടേ ഇല്ല. അതാരായാലും അങ്ങനെ നിർബന്ധമില്ല. ഇവരെ വെച്ചുകൊണ്ടുള്ള ഒരു ഇതുണ്ടാകുക എന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും സെക്കൻഡ് പാർട്ട് നന്നായില്ലെന്ന് ലോകം മുഴുവൻ പറയുന്ന ഒരു പ്രവണതയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ മൂസയെ സംബന്ധിച്ചിടത്തോളം CID മൂസ ആകുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതുവരെ അയാളുടെ സ്ട്രഗിളും കഷ്ടപ്പാടും നോക്കി. ഇവിടെ ഇപ്പം അങ്ങനെയല്ല, മൂസ ഓൾറെഡി CID മൂസയാണ്. അപ്പം അവിടുന്ന് വേണം തുടങ്ങാൻ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞതിലൊന്നും തോന്നരുത്, ഇത് ഡർബിയുടെ പ്രൊമോഷനാണ്. പ്രശ്നമോ, ഞാൻ അഭിനയിച്ച് തുടങ്ങിയെന്ന് വെച്ചാൽ ഏത് ഇവിടെ പോയാലും ഇന്റർവ്യൂ തുടങ്ങുമ്പോഴേക്കും മൂസയുടെ കാര്യം. ഈ പടം എടുക്കുന്ന ഇവര് വരെ പിന്നീട് മറ്റേ സീനുണ്ടല്ലോ അങ്ങനെ അരമണിക്കൂർ പോയി കിട്ടും. അവസാനം ആളുകൾക്ക് തോന്നിയത് എന്താണെന്ന് മൂസ ഉണ്ടാകുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ വേറെ കാര്യം അന്ന് അത് ചെയ്യുമ്പോൾ 30 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ഇന്ന് 23, 53 വയസ്സ് 54 വയസ്സായിരുന്നു. അല്ല ആർക്കേ നിങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഐറ്റംസ് ഉണ്ടാവണം. ഇപ്പോൾ ഉദയൻ സിബിയാണ് അത് എഴുതിയിരിക്കുന്നത്. അവരുമായിട്ടിരുന്ന അന്നത്തെ പോലെ തന്നെ നല്ലൊരു ഓർഡറായിട്ട് വരുമ്പോഴാണ് തുടങ്ങാൻ പറ്റുള്ളൂ. മലയാള സിനിമയിൽ തന്നെ വെരി റീസെന്റ് ഐശ്വര്യലക്ഷ്മി ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു ബൂം വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായി. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായി. സോ സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു കീ ടൂളായിട്ട് കറന്റ് സിനാരിയോയിൽ എസ്പെഷ്യലി ഇൻ സിനിമ വാല്യൂ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുക്കുന്നതിന് എന്തിനാണ് പ്രൊമോഷൻ ചെയ്യാനാണ്. അല്ല, ഇപ്പൊ ഇന്നത്തെ കാലത്തില് സിനിമ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ, ഇപ്പം ഇപ്പൊ ട്രെയിലർ ആണെങ്കിൽ പോലും യൂട്യൂബിൽ തന്നെ റിലീസ് ചെയ്യണേ, അതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല. അതേപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞിട്ട് റിലീസിന് ഒരു തൊട്ട് മുമ്പായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. ആൾക്കാരിലോട്ട് എത്തണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രൊമോട്ട് ചെയ്യണം. പണ്ടത്തെ പോലെ ന്യൂസ് പേപ്പറിലും അതില് ഏഷ്യാനെറ്റ് ന്യൂസ് എന്താ കഴിയുമ്പോഴത്തെ E4 സിനിമാസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അന്നിപ്പോൾ ആരും കാണൂലല്ലോ. എല്ലാരും ഫോണില്
റീൽസും? അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പ്രൊമോഷൻ, അതിന് കുറെ ആൾ വരുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി വരുമായിരിക്കും. പക്ഷെ കറന്റ് സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ കോളേജ് മൂവീസ് ഒക്കെ വരുന്ന സമയത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, ഒരുപാട് ഇവന്റ്സ്, ചെയിൻ ഓഫ് ഇവന്റ്സ് നടക്കുന്നുണ്ടാവും, ഭയങ്കര കെയോസ് ആയിരിക്കും. പക്ഷെ ഇതിലുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതിന്റെ ഔട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ കോളേജ് ലൈഫ് ഒന്നും കൂടെ കോളേജിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ, പഠിക്കാനല്ല, ഒന്നും കൂടെ കോളേജിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീൽ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോ ട്രെയിലറിലും പാട്ടിലും ഉണ്ട്. സോ ഈ കെയോസിന്റെ അപ്പുറത്തേക്ക് ഡയറക്ടർ ഇതിനെ കൺസീവ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു ഫ്രം ദ സ്റ്റാർട്ട്? ഈ ഒരു ഇന്റർവ്യൂവിൽ ഈ പോയിന്റിൽ വന്നിരിക്കുന്ന ഒരു മൊമെന്റ്. ഇല്ല, ഞാൻ പഠിച്ച കോളേജിന്റെ ഷൂട്ട് നടന്നിട്ടുള്ളത്. ഞാൻ 3 വർഷം അവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച കോളേജിലാണ് ഞാൻ ഷൂട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഈ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറേ ആയിട്ട് ഈ തോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ട് അടുപ്പിച്ചപ്പോഴത്തേക്ക് കോളേജ് നമുക്ക് പെട്ടെന്ന് ഷൂട്ടിന് തരില്ല, ഇത്ര 42 ദിവസം കണ്ട് കോളേജ് ഷൂട്ടാണ്, അപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ കോളേജിൽ പോയിട്ട് ഇതാക്കി. പക്ഷെ നമുക്കത് മൈൻഡ് സെറ്റ് ആവണില്ല. കാരണം ഞാൻ പഠിച്ചതും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് കാണിച്ചു തരും. എല്ലാം ഞങ്ങളുടെ കോളേജിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്, എല്ലാം ഒന്നല്ലെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ. അല്ല, വർക്കിംഗ് ഡേയ്സിലാണ് ഷൂട്ട് ചെയ്തത്. അതാണ് വർക്കിംഗ് ഡേയ്സിലാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് റൂം, അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് റൂം ഒരു 3 ക്ലാസ് റൂം അവർ വിടും. അങ്ങനെ കുറെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സ് ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ക്രൗഡിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വിളിച്ചത് MAS സോമ്പാട് കോളേജ്. പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞു 2-3 ആൾക്കാരുണ്ട് എല്ലാവരും, സാബിക് സാർ, അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവര് ഈ പറഞ്ഞ പോലെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മലയാളം ഡിപ്പാർട്ട്മെന്റ് മൊത്തം ക്രൗഡിനെ വിട്ടു തന്നു നമുക്ക്. അങ്ങനെയൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? പെട്ടെന്ന് ചോദിച്ചേക്കും, പെട്ടെന്ന് ഉത്തരം പറയാം. വെൽക്കം ടു ദ റാപ്പിഡ് ഫയർ വിത്ത് ക്യൂ സ്റ്റുഡിയോ. Okay, which is that one smell that മലയാളം അതായത് നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ നമ്മളെ പെട്ടെന്ന് ചൈൽഡ്ഹുഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്മെല്ല്. ഈ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മളെ ചൈൽഡ്ഹുഡിൽ ഒരു മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യും. ആ ഒരു സ്മെല്ല് എന്താണ്? എനിക്ക് നല്ല കറിയൊക്കെ ഇരുന്ന് തിളക്കി അപ്പൊ വരുന്നൊരു മണമുണ്ട്. മീൻകറിയാണോ? മീൻകറി, ഇറച്ചിക്കറി, തിളകറി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തിളച്ചോണ്ടിരിക്കുന്ന ഒരു ദിവസം ബീഫ് എടുത്ത് അതിന്റെ സുഖമുണ്ടല്ലോ. തിളകറി ലോകത്ത് ഏറ്റവും ടേസ്റ്റ് തിളകറി. നമ്മൾ കറി ചില പറയും വെച്ചോണ്ടിരുന്നാലും നല്ല ഒന്നുമല്ല. തിളയ്ക്കുന്ന ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ കോരിയിട്ടിട്ട് കഴിക്കണം. എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പുണ്ട്, ആള് മരിച്ചുപോയി. ആളെനിക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങളവിടെ മൂവാറ്റുപുഴ ജ്ഞാന ഹോട്ടൽ എന്ന് പറഞ്ഞ പഴയ ഒരു ഹോട്ടലുണ്ട്, ഭയങ്കര ജ്ഞാന ഹോട്ടൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി അതന്നെ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരും. അപ്പോൾ രാവിലെ ആ സമയത്ത് രാവിലെ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഹോട്ടലിൽ നിന്നൊരു മണം വരും. എപ്പോൾ ഞാൻ രാവിലെ അതിവിടെ പോയാലും ആ സ്മെല്ല് എനിക്ക് ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എനിക്ക് എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പാനെ എനിക്ക് ഓർമ്മ വരും. ഉമ്മച്ചിയുടെ വാപ്പാറാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ. ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനായിരുന്നു, ഉന്തുവണ്ടിയിൽ ഫ്രൂട്ട്സ് ഒക്കെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് ഓരോ CD എനിക്ക് എടുത്തുകൊണ്ട് തരും, ഓരോ വെള്ളിയാഴ്ച ഓരോ CD. എന്താ ഈ വെള്ളിയാഴ്ച മുതൽ ആ വെള്ളിയാഴ്ച വരെ ആ സിനിമ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എടുത്തുകൊണ്ട് തന്നൊരു CD-യിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് CD-യുടെ CID മൂസ. അത് ഭയങ്കര ഓർമ്മയാണ്. അത് ഉപ്പാന്റെ ഉമ്മ ഒരു മറ്റേ നമ്മുടെ ചീരാപ്പറങ്കി എന്നല്ല പറയാം, മുളക്, കുഞ്ഞു മുളകില്ലേ, ചെറിയ മുളക്, കാന്താരി മുളക്. ചീനാപ്പറങ്കി ഞങ്ങളോട് പറയും. ഈ കാന്താരി മുളക് ഒരു ചെറിയൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ ചുവണ്ടി അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇത്തിരി നാരങ്ങ വെച്ചിട്ട് അതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു, കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട്. അപ്പോ അതിനൊരു സ്മെല്ലുണ്ട്, ഒരു പച്ച സ്മെല്ലുണ്ട്, വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ചിട്ട്. അപ്പൊ ആ സംഭവം ഇപ്പൊ ഈ അടുത്ത് അനിയന് ഇങ്ങനെ വെയ്യാണ്ടായിട്ട് മഞ്ഞപ്പിത്തൊക്കെ ആയിട്ട് ഈ സെയിം സാധനം ഉമ്മ കൊടുത്തപ്പോൾ ആ സ്മെല്ല് കിട്ടിയപ്പോൾ എനിക്ക് ഉമ്മമാരെ ഓർമ്മ വന്നു, കിടന്നു. അപ്പൊ എനിക്ക് കുറെ ആ കാലഘട്ടത്തിലേക്ക്, കാലഘട്ടം എന്നല്ല ആ ഒരു സമയത്തേക്ക് എനിക്ക് ഓർമ്മ വരും. അതിന്റെ സ്മെല്ല് 5 വർഷം പിന്നോട്ട് സ്മെല്ല്. പണ്ട് ഈ ഉറങ്ങുമ്പോഴൊക്കെ ഉമ്മയെ കെട്ടിപ്പിടിച്ചായിരുന്നു ഉറങ്ങണേ. ഇപ്പൊ അത് കുറവാ. നമ്മൾ ഈ പറഞ്ഞ ഷൂട്ട് പരിപാടി ഇപ്പൊ കോളേജിൽ പഠിച്ചപ്പോഴായാലും ഇപ്പൊ ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തുടങ്ങുന്ന പുള്ളിക്കാരുടെ നൈറ്റില് പണ്ടത്തെ സ്മെല്ല്. അത് ഈ അടുക്കളയിലൊക്കെ പണിയെടുത്ത് മറ്റേ സവാളയുടെയും എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് ഊദ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആളാണ്.
അപ്പോൾ അച്ഛൻ്റെ പെന്നും പേഴ്സും എല്ലാം ആ സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ എൻ്റെ സ്കൂളിങ് ദുബായിലായിരുന്നു ഒരു 7th വരെ, ചൈൽഡ്ഹുഡ് ആ സമയത്ത്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ പെന്നെടുത്ത് കൊണ്ടുപോകും. ഇപ്പോഴും ആ ഒരു ഊതിൻ്റെ സ്മെല്ല് കിട്ടിയ ദുബായ് വരച്ചത് നമുക്ക് ഓർമ്മ വരും. നിങ്ങൾ ഭയങ്കര നൊസ്റ്റാൾജിയല്ലേ എല്ലാവരും? Which is that one emotion that you perform well? ഏതാ പെർഫോം അതായത് ചെയ്യുന്ന ഭയങ്കര ഏറ്റവും നല്ല കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ കരയാൻ ആണോ? ഞാൻ ഫീൽ ചെയ്ത് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പറയാറുണ്ട്, ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ചെയ്യാറുണ്ട് പറയാറുണ്ട്. എൻ്റെ തമാശയിലും എൻ്റെ അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടം എൻ്റെ ഇമോഷൻ. കരച്ചിലാണ്. ഇമോഷൻ തന്നെ ഏറ്റവും ഈസിയായിട്ട്. ഹ്യൂമർ കുറച്ച് പാടാണ്, ഹ്യൂമർ അത്ര നിസ്സാര കാര്യമല്ല. അത് ഞാൻ ഒരുപാട് സിനിമയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ but still നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ളത്. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കരയാൻ എടുക്കാനാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇമോഷൻസ് എനിക്കിഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴേ കാണുമായിരുന്നു. We like your romance. അല്ല, We like your romance. താങ്ക് യു. എനിക്ക് ഇമോഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഇമോഷൻ? സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു കരച്ചിൽ, അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരച്ചിലല്ല രസം. നമ്മളവിടെ വീട്ടിൽ ഒരു ദിവസം ഒരു പെണ്ണിന്റെ പഴയ തേച്ചിട്ട് പെണ്ണിന്റെ കല്യാണം ഉണ്ടെന്നും പറഞ്ഞ അമ്മമാര് കരച്ചിലായിരുന്നു. അവള് ചിരിക്കണോ കരയണോ? അല്ലെ ആദം ഒരു വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള അല്ലേ, നീറ്റ്, അതെ, അങ്ങനെ തന്നെയായിരുന്നു സെറ്റിലും. അല്ല ആദം ഒരു ആശ്വാസമായിരുന്നു അമ്മീനൊക്കെ ഉള്ളോ. ഞാനത് അമീൻ ഇരുത്തിക്കൊണ്ട് ആദം ഭയങ്കര അമീൻ പറഞ്ഞു. അമീന്റെ ഇമോഷൻ ഈ പറഞ്ഞ പോലെ കോമഡി ഇഷ്ടമാണ്. പക്ഷേ എല്ലാരും പറഞ്ഞ പോലെ എല്ലാവർക്കും സെന്റിമെന്റ്സ് ചെയ്യാനാണ് തോന്നുന്നത് ഇഷ്ടം. ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി പഴയ ഈ പറഞ്ഞ പോലെ ഗപ്പിയിലെ മറ്റേ തനിയെ മിഴികൾ പാട്ടൊക്കെ ഇട്ടിട്ട് ചുമ്മാ പഴയ എന്താ പെണ്ണ് തേച്ചിട്ട് പോയി ആലോചിച്ച് ചുമ്മാ കണ്ണാടി നോക്കി കരയും. ഈ പടത്തിൽ ഒരു ഇമോഷണൽ സീനുണ്ട്. അപ്പൊ അത് ഞാൻ ഇടക്ക് അത് വെളുപ്പിന് 5 മണിക്ക് എന്താണ് രാത്രി. അപ്പൊ ഷൂട്ടില്ലാത്തോട്ട് കിടന്ന് ഉറങ്ങുക കാര്യമുണ്ട്. സലിക്ക് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു പരിപാടി എടുക്കാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാം എന്തെങ്കിലും കട്ട്സോ എന്തായാലും ആയിരിക്കും. ചെന്നിട്ട് ഇതൊക്കെ ഒരു സീൻ തന്നിട്ട് പറഞ്ഞു ഈ സീൻ കണ്ടോ, പറവയില് ദുൽഖർ മരിക്കുമ്പോ ഷൈനികം കരയൂല, അതേ ഉറക്കത്തിൽ തെരിയിച്ചതിരിക്കുക. ഒരു വന്നപ്പോ ഒരുത്തത് പറവ തിരുമരുന്ന് കാണുന്നു. അത് പിന്നെ എനിക്ക് ഇമോഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്തില്ലായിരുന്നു. അമീ പറയും എന്തുണ്ടെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് 2 ദിവസം മുന്നേലും പറയണേ, അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ മുമ്പിൽ പറയണമെന്ന് പറയും. അതെന്താ നിൽക്കും റെഡി ആവാനാണ്. പക്ഷെ അവ നന്നായിട്ട് ചെയ്തു. ഞാൻ എനിക്ക് തോന്നുന്നു ഇതില് കൂടുതൽ ഇതിലൊരു ഇമോഷണൽ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞ മാതിരി 2 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്ത് അങ്ങനത്തെ സീൻസ് വരുമ്പോ അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പ് തൊട്ടിട്ടേ പഴയ ട്രോമാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സെറ്റായിട്ട് വന്നിട്ടായിരിക്കും കരയുക. പക്ഷെ തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ല. അങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് കരയും. അങ്ങനെ ഇമോഷൻ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല. അല്ല ഈ പടത്തിൽ അഭിനയിച്ച ഞങ്ങളിപ്പോ ഈ എല്ലാവരും ഒരു വീട്ടിലായിരുന്നു. ഈ മെയിൻ ആയിട്ടുള്ള ഇതല്ല, ലാസ്റ്റ് ദിവസം എല്ലാരും ഭയങ്കര കരച്ചില്ല. കാരണം നമ്മൾ അത്ര ബോണ്ടായിരുന്നു. ഏങ്ങി കര എല്ലാരും ഇരുന്നിട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഡെർബിക്ക് വേണ്ടിയിട്ട്. പുതിയൊരു കോളേജ് സിനിമ, ഒരുപാട് ആൾക്കാരെ ഇനിയും കോളേജിലേക്ക് തിരിച്ച് പഠിക്കാൻ വേണ്ടിയല്ല, തല്ലുവിടാൻ വേണ്ടിയിട്ടെങ്കിലും പ്രണയിക്കാൻ വേണ്ടിയെങ്കിലും കോളേജിലേക്ക് എത്തിക്കാൻ ഡെർബിക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.